Download now. CC Learning App. ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ ആർ.എസ്. അപ്പോൾ നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഇതിലൂടെ ഈ പറയപ്പെട്ട സ്ക്രീനിൽ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കിട്ടും. PDF നോട്ടും അതുപോലെ മോക്ക് ടെസ്റ്റും ഒക്കെ തന്നെ നമുക്ക് പിന്നീട് സ്വന്തമാക്കാൻ ഫ്രീ ആയിട്ട് കഴിയും. അപ്പോൾ ഇതുവരെ അത് കഴിയാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കാണ്, 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വളരെ അതിവിശാലമായിട്ടുള്ള നിയമങ്ങൾ അല്ലേ, അബ്കാരി ആക്ട്, അതുപോലെ ഫോറിൻ ലിക്കർ റൂൾസ്, അതുപോലെ ഡിസ്റ്റിലറീസ് ആൻഡ് വെയർഹൗസ് റൂൾസ്, അതുപോലെ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഹിബിഷൻ ആക്ട്, NDPS ആക്ട് അടക്കമുള്ള നിരവധി നിയമങ്ങൾ ചേർന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ഇതിൻ്റെ എല്ലാ നിയമങ്ങളെയും സർവ്വതല സ്പർശിക്കുന്ന ചില PYQs നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിനൊപ്പം ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനും. ശരി, നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. 4 ഓപ്ഷനുകളാണ്. ഓപ്ഷൻ എ ദുഃഖവെള്ളി, ഓപ്ഷൻ ബി ശ്രീകൃഷ്ണ ജയന്തി, അംബേദ്കർ ജയന്തി, ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഡ്രൈ ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മദ്യത്തിൻ്റെ ലഭ്യത പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കുക. അപ്പം അബ്കാരി ആക്ടിൽ കുറേ ദിവസങ്ങൾ ഡ്രൈ ഡേയ്സ് ആണ്. അപ്പം അതിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ദിവസമാണെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏതോ ഒരു ദിവസം മാത്രമാണ് ഡ്രൈ ഡേ. അപ്പോൾ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി എന്തായാലും ഡ്രൈ ഡേ ഒന്നും അല്ല അല്ലേ, അംബേദ്കർ ജയന്തിയും ഡ്രൈ ഡേ ഒന്നും അല്ല, സ്വാതന്ത്ര്യ ദിനം ഡ്രൈ ഡേ അല്ല. അപ്പൊ പിന്നെ ശരി ഉത്തരം ഏതാണ്? ദുഃഖവെള്ളി ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പൊ നമുക്ക് ഡ്രൈ ഡേയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാം. ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇനി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഒരു മാർക്ക്. എന്താണ് ഡ്രൈ ഡേയ്സ്? കേരളത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യത്തിന്റെ ഉപഭോഗം, വിൽപ്പന, ഉപയോഗം എന്നിവയ്ക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമായ ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കേണ്ടത്. അപ്പൊ മദ്യം കൊടുക്കുന്നില്ല, ഞങ്ങൾ മദ്യശാല വെറുതെ തുറന്നിട്ടിരിക്കുന്നു എന്നും പറയാൻ പാടില്ല. പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുക തന്നെ വേണം ഡ്രൈ ഡേയ്സ്. ഓക്കെ, ഏതൊക്കെ ദിവസങ്ങളാണ് കേരളത്തിൽ നിലവിൽ ഡ്രൈ ഡേയ്സ് എന്ന് ചോദിച്ചാൽ നോക്കുക. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 അറിയാമല്ലോ. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം അല്ലേ, ജനുവരി മാസം 30. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ ഉണ്ടോ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ എവിടെയാണോ ആ മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ. പിന്നെ വോട്ടെണ്ണൽ ദിവസം മദ്യം ലഭിക്കില്ല. അതുപോലെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി മദ്യം ലഭിക്കുമോ? ഇല്ല. പിന്നെ ഡ്രൈ ഡേ ആണ്. ദുഃഖവെള്ളി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടേ ഉള്ളൂ, ദുഃഖവെള്ളി. പിന്നെ രാഷ്ട്രം മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസങ്ങൾ, മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ടോ ലഹരി വിരുദ്ധ ദിനമായിട്ടോ ഒക്കെ ആചരിക്കുന്ന ദിവസങ്ങൾ, അത്തരം ദിവസങ്ങളിലും എന്താണ് നമ്മൾ ഈ പറയപ്പെട്ട മദ്യശാലകൾ അടച്ചിട്ടിരിക്കണം, ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരം ഉള്ളത്? ഓപ്ഷൻ എ എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിൽ, ഓപ്ഷൻ ബി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മുതൽ മുകളിൽ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ മുകളിൽ, ഓപ്ഷൻ ഡി സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ മുകളിൽ. അതായത് ഏത് റാങ്കിലുള്ള എക്സൈസ് ഉദ്യോഗസ്ഥനും മുകളിലുള്ളവർക്ക് മാത്രമേ കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ളൂ എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇവിടെ ഒന്നേ ഉള്ളൂ. ഏതായിരിക്കും പറയാമോ? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. എക്സൈസ് ഇൻസ്പെക്ടറും അതിനു മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ കഴിയൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അബ്കാരി ആക്ട് അനുസരിച്ച് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ള ഏറ്റവും കുറഞ്ഞ ഉദ്യോഗസ്ഥന്റെ റാങ്കാണ് ഇപ്പൊ പറഞ്ഞുള്ളൂ, എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക്. കണ്ടോ, പ്രീവിയസ് ചോദ്യം കണ്ടോ നിങ്ങൾ? അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ എവിടെ കള്ള് ഷാപ്പുകളിൽ
പരിശോധന നടത്താൻ കഴിയൂ. ഇൻസ്പെക്ടറും അതിന് മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥർക്കും, അല്ലെ, ഉദാഹരണത്തിന് സർക്കിൾ ഇൻസ്പെക്ടർ, എക്സൈസ് അസിസ്റ്റന്റ്, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് മാത്രമേ ഇത്തരം പരിശോധനകൾ നടത്താനായിട്ട് നിയമപരമായ അധികാരമുള്ളൂ എന്ന കാര്യം ഓർക്കണം. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏതോ ഒരു വകുപ്പ് വധശിക്ഷ പ്രദാനം ചെയ്യുന്നു. ഏത് വകുപ്പാണ്? സെക്ഷൻ 30, 31B, 34, 31A. ഏതായിരിക്കും ശരി ഉത്തരം പറയാമോ? ഉദ്യോഗാർത്ഥികളെ, എന്താ പറയുക, NDPS ആക്ട് പ്രകാരമുള്ള കടുത്ത കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയെ വീണ്ടും അതേ കടുത്ത കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ അങ്ങനെയുള്ള വ്യക്തികളെ വധശിക്ഷയ്ക്ക് വേണമെങ്കിൽ വിധിക്കപ്പെടാം. രാജ്യദ്രോഹ പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം മുതലായവയ്ക്ക് വേണ്ടി ഈ NDPS ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുകയോ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ വലിയ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന വ്യക്തി രണ്ടാമത് വീണ്ടും അതേ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ അയാളെ വേണമെങ്കിൽ കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ വിധിക്കാം എന്ന് പറയപ്പെട്ട വകുപ്പാണ് ഏത്? സെക്ഷൻ 31B, 31A. 31A ആണ് ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ അറിയാവുന്ന ഒരു ചോദ്യം, സ്ഥിരം ചോദ്യമാണ് 31A. അടുത്ത ക്വസ്റ്റ്യൻ, 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്? നല്ല ചോദ്യമാണ്. അപ്പോൾ ഈ എന്താ പറയുക, NDPS ആക്ടിലെ ഈ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ലിമിറ്റഡ് അളവിലൊക്കെയാണ്, നിശ്ചിത അളവിന് താഴേക്കാണെങ്കിൽ അത് ബെയിലബിളും ആണ്. ഒരു പക്ഷേ പൊതുവിൽ NDPS ആക്ടിലെ കുറ്റകൃത്യങ്ങളെല്ലാം നോൺ ബെയിലബിൾ ആണ്. എങ്കിലും ഇപ്പോൾ 1 കിലോയ്ക്ക് താഴെ, 1 കിലോ മുതൽ 10 കിലോ, അല്ലെങ്കിൽ പിന്നെ 20 കിലോയ്ക്കും 10നും ഇടയ്ക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അളവുകളുണ്ട്. അതിനെ ചെറിയ അളവെന്നും മീഡിയം അളവെന്നും അതുപോലെ കച്ചവട വാണിജ്യ അളവെന്നൊക്കെ പറഞ്ഞൊക്കെ തരംതിരിക്കും. നമ്മളത് പഠിക്കും. ഇവിടുത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏത് സെക്ഷൻ പ്രകാരമാണ് 15 കിലോ, ഒരുത്തൻ്റെ കയ്യിൽ 15 കിലോ കഞ്ചാവ് വെച്ച് അവനെ പിടിച്ചു, അവനെ ഏത് സെക്ഷൻ പ്രകാരമാണ് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ചോദ്യം. ഒറ്റ ഉത്തരം ഏതാണ് പറയാം? 20B 2A, 20B 2B, 20A 1, 20B 2C. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കണ്ടോ, 20B 2B. 20B എന്ന വകുപ്പിന്റെ ക്ലോസ് 2, അതിന്റെ സബ്സെഷൻ ബി, അതാണ് 20B 2B. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ വകുപ്പ് ഒന്ന് നോക്കാം. എന്താണ് ഇതിന്റെ അളവ്? കഞ്ചാവ് കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ അളവുകളിൽ അതിന്റെ ശിക്ഷയ്ക്കും കുറ്റത്തിനും വ്യത്യാസമുണ്ട്. വകുപ്പ് 20 എന്ന പ്രധാനപ്പെട്ട സെക്ഷൻ ഇവിടെ കണ്ടു, 20-ൻ്റെതാണ്, എല്ലാം 20 ആണ്. 20 എന്ന് പറയുമ്പോഴേ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കഞ്ചാവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് 20-ൽ പറയുക. അപ്പൊ NDPS ആക്ടിലെ സെക്ഷൻ 20 ആണ് നമുക്കറിയാം. കന്നബീസ് എന്നറിയപ്പെട്ട കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുകയോ കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ പിടിക്കപ്പെടുന്ന അളവ് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ശിക്ഷയും വകുപ്പ് പറഞ്ഞില്ലേ. ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ശിക്ഷയും അതുപോലെ തന്നെ വകുപ്പും ഒക്കെ തന്നെ മാറുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? കഞ്ചാവ്, അതിന്റെ അളവ്, കാറ്റഗറി, വകുപ്പ്, ശിക്ഷ എന്നിങ്ങനെ ഉള്ള ഭാഗമാണ് പറയുക. ഒന്നാമത് സ്മോൾ ക്വാണ്ടിറ്റി ആണ്. സ്മോൾ ക്വാണ്ടിറ്റി, ഓക്കെ. 1 കിലോ കഞ്ചാവ് വരെ, അതായത് 1 കിലോയ്ക്ക് താഴെ മാത്രം കയ്യിൽ വെച്ചിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്മോൾ. അപ്പൊ ചോദിക്കാം, സെക്ഷൻ 20 പ്രകാരം NDPS ആക്ട് പ്രകാരം സ്മോൾ ക്വാണ്ടിറ്റി എന്നറിയപ്പെടുന്നത് ഡാഷ് ആണ്. 4 ഓപ്ഷൻ ഇനിയും ചോദിക്കും. 1 കിലോയ്ക്ക് താഴെ, 500 ഗ്രാമിന് താഴെ, 2 കിലോയ്ക്ക് മുകളിൽ, 10 കിലോയ്ക്ക് മുകളിൽ എന്നൊക്കെ കാണും. ഉത്തരം 1 കിലോ വരെ. ഓക്കെ. അപ്പൊ എന്താണ് പറയുക? അതിനെപ്പറ്റി പറയുന്ന വകുപ്പ് സെക്ഷൻ 20B 2A. 20B 2Aയിൽ പറയുന്നു അതിന്റെ ശിക്ഷ 1 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴ. 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ എത്ര രൂപ? 10,000 രൂപ പിഴയാണ് എന്ന കാര്യം ഓർക്കണം. 1 കിലോയ്ക്ക് താഴെ. എന്നാൽ NDPS ആക്ടില് 1 കിലോ മുതൽ 20 കിലോ വരെ, ഇതാണ്
നമ്മൾ പറഞ്ഞ 15 കിലോ ഉള്ള ഒരുത്തിന്റെ കയ്യിൽ പിടിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടില്ലേ എന്താ ക്വസ്റ്റ്യൻ കണ്ടോ? 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതിനിടയ്ക്ക് വരുന്നത് ഈ അളവിനെ വിളിക്കുന്ന പേര് സ്മോൾ ക്വാണ്ടിറ്റി എന്നല്ല, പിന്നെയോ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി. ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്നാണ്. കണ്ടോ? അപ്പൊ ഈ ക്വാണ്ടിറ്റിയിൽ കൈവശം വെച്ചാൽ, കഞ്ചാവ് കൈവശം വെച്ചാലുള്ള ശിക്ഷ സെക്ഷൻ 20B 2B. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഈ സെക്ഷനാണ് കയറി ചോദിച്ചത്. 20B 2B 20B 2B പ്രകാരം 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഉണ്ടോ? 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. അപ്പോൾ ചോദിക്കുന്നു, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ പറയപ്പെട്ട 1 കിലോയ്ക്ക് മുകളിൽ 20 കിലോ വരെ 1 കിലോയ്ക്ക് മുകളിൽ 20 കിലോ വരെ കഞ്ചാവ് കൈവശം വെച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റി എന്ത് വിളിക്കാം? ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്നാണ് ഉത്തരം. ഓർത്തിരിക്കുക, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകരമായ പ്രവൃത്തിയാണ്. ഓക്കെ, ഇനി 20 കിലോയ്ക്ക് മുകളിൽ ഉള്ള അളവിനെ വിളിക്കുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നാണ്. 20 കിലോയ്ക്ക് മുകളിൽ എന്ത് ക്വാണ്ടിറ്റിയാണ്? കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. വ്യാപാര അളവ് എന്ന് പറയും അല്ലേ? വലിയ ബിഗ് അളവാണ്. അതിന്റെ ശിക്ഷ എന്തായിരിക്കും? 2B 2C 20B 2C 20B 2Cയിൽ പറയുന്നു 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുക. അപ്പൊ 3 അളവുകൾ. ഒന്ന് നമുക്കറിയാം ചെറിയ അളവെന്ന് പറയും, സ്മോൾ ക്വാണ്ടിറ്റി. രണ്ടാമത് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി. 3 നമുക്കറിയാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെ 3 അളവുകളിലാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട സബ്സ്റ്റൻസസോ ഏതെങ്കിലും പ്രോഡക്റ്റോ കൈവശം വെച്ചാലുള്ള കുറ്റം. ഒന്നാമത് സ്മോൾ ക്വാണ്ടിറ്റി, എത്ര കിലോയ്ക്ക് താഴെ മാത്രം? 1 കിലോ വരെ മാത്രം. അതിന്റെ ശിക്ഷ എത്രയാണ്? കുറവൊന്നുമല്ല, 1 വർഷം വരെയാണ്. കണ്ടോ? 1 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ്. എന്നാൽ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്രതിന് മുകളിൽ എത്ര വരെ? 1 കിലോയ്ക്ക് മുകളിൽ 20 കിലോ വരെ. 2 കിലോ കൈവശം വെച്ചാലും 19 അര കൈവശം വെച്ചാലും ഒക്കെ തന്നെ ഒരു കുറ്റമാണ്. ഉണ്ടോ? ശിക്ഷ എത്രയാണ്? 10 വർഷമാണ്. നോക്കണേ, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ഇനി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 20 പറയപ്പെട്ട 20 കിലോയ്ക്ക് മുകളിൽ, അതാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, വലിയ എമൗണ്ട് ആണ്. 20 കിലോയ്ക്ക് മുകളിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി പിടിച്ചാൽ ശിക്ഷ 10 വർഷം മുതൽ എത്ര വരെ? 20 വർഷം വരെ തടവും, പിന്നെയോ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് എന്ന കാര്യവും ഓർത്തിരിക്കണം. അപ്പൊ നമുക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് ഇനി ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോ 20 കിലോയ്ക്ക് മുകളിൽ ഉള്ളതിനെ എന്ത് വിളിക്കുന്നു? കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഏത് വകുപ്പാണെന്ന് ഓർക്കണം. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി പ്രകാരം ശിക്ഷയ്ക്ക് അർഹമാകുന്ന വകുപ്പ് 20B 2C. നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഏതായിരുന്നു? 20B 2B ആയിരുന്നു. അത് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയിലുള്ള അളവാണ്. 15 കിലോ എന്ന ചോദ്യമാണ് അവിടെ ചോദിച്ചത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 50 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ. ഏതാണ് ശരി ഉത്തരം? അതായത് സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടെയൊക്കെ പരിസരത്ത് നിന്ന് എത്ര ദൂരം മാറി മാത്രമേ, ഇപ്പൊ നമ്മൾ പുകയിലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളോ ഏതരം ലഹരി വസ്തുക്കൾക്കും ഒരു അകലം പറയുന്നുണ്ട്. ഇവിടെ മദ്യത്തിന്റെ കാര്യം എടുത്ത് ചോദിക്കുന്നു. മദ്യശാലകൾ, ചില്ലറ വിൽപ്പനശാലകൾ അത് പ്രവർത്തിക്കേണ്ടത് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ, കോളേജ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടെങ്കിൽ മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ കോളനികൾ, അതുപോലെ പിന്നെ മുനിസിപ്പാലിറ്റി നഗരപരിധിയിലാണെങ്കിൽ പോലും കൃത്യമായി ഇതിൻ്റെ എല്ലാം അളവ് സെയിം ആണ്. എത്രയാണെന്ന് വെച്ചാൽ 200 മീറ്റർ ആണ് ശരി ഉത്തരം. ഉണ്ടോ? അപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 200 മീറ്റർ അകലെ മാത്രമേ ഈ പറയപ്പെട്ട മദ്യ വിൽപ്പന ചില്ലറ ശാലകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ. ഇത് നേരത്തെയൊക്കെ 400 ചില്ലുവാനം മീറ്റർ എന്നായിരുന്നു. അത് അടുത്ത കാലത്താണത് 200 മീറ്റർ എന്ന അളവിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പം ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതേ സമയം പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ്, ബീഡി മുതലായ പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
200 മീറ്റർ അല്ല, 100 യാർഡ് എന്നാണ് അവിടുത്തെ ഉത്തരം. 100 യാർഡ് എന്നാണ്. പുകയിലയാണെങ്കിൽ 100 യാർഡ്, മറന്നു പോരുത്. മദ്യമാണെങ്കിൽ 200 മീറ്റർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കുക, താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? അതായത് ചുരുക്കി പറഞ്ഞാൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാത്ത ദിവസം ഏതെന്നാണ്. നെഗറ്റീവ് സെൻസിലാ ചോദിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിലെന്ന് മദ്യം കിട്ടുമോ? ഇല്ല, ഇത് തെറ്റാണ്. പിന്നെ ജനുവരി 30 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം, അന്നും മദ്യം ലഭ്യമല്ല. പിന്നെ ജൂൺ 26, ഓഗസ്റ്റ് 15. അപ്പൊ എല്ലാവരും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമല്ലേ, അന്ന് ഡ്രൈ ഡേ ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല കേട്ടോ, അന്ന് മദ്യം ലഭിക്കും. മദ്യം ലഭിക്കാത്തത് ജൂൺ 26. എന്താണ് ജൂൺ 26? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, മറക്കരുത്. അപ്പോ രാജ്യം അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഏതെങ്കിലും സമിതികൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടൊക്കെ തന്നെ ആചരിക്കുന്ന ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലും ഡ്രൈ ഡേ ആയിരിക്കും. അപ്പൊ ഇവിടെ മദ്യം കിട്ടുന്ന അല്ലെങ്കിൽ മദ്യ വിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ദിവസമേ ഉള്ളൂ, അത് ഓഗസ്റ്റ് 15 ആണ്. ശരി, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഉദ്യോഗാർത്ഥികളെ, താഴെ പറയുന്നവരിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15. അപ്പൊ ഡ്രൈ ഡേയെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, അതൊന്നുകൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുക. എന്താണ്? സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോറ്റ്പ ആക്ട്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എന്താണെന്നാണ്. 500, 1000, 200 ഇവയൊന്നുമല്ല. എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം, നമ്മൾ 1000 എന്നൊക്കെ തോന്നുമെങ്കിലും ഉത്തരം എത്രയാണ്? 200 രൂപയാണ് പിഴ. പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ ശിക്ഷ എത്രയാണ്? 200 രൂപയാണ് പിഴയെന്നല്ല നമ്മൾ അറിഞ്ഞിരിക്കണം. കണ്ടോ? അപ്പൊ ഏത് വകുപ്പിലാണ് ഈ പുകയിലയുമായി ബന്ധപ്പെട്ട കോറ്റ്പ ആക്ടിലെ പുകയില ഉൽപ്പന്നങ്ങളുടെ നിരോധനം അത് ശിക്ഷാർഹമാണെന്നൊക്കെ പറയുന്ന വകുപ്പുകളിലേക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് 6A, സെക്ഷൻ 6A. 6Aയിൽ പറയുന്നത് 18 വയസ്സിന് താഴെ ഉള്ളവർക്കും പ്രത്യേക പ്രദേശങ്ങളിലും സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കാനുള്ള നിരോധനം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതല്ല എന്ന ബോർഡ് നിങ്ങൾ മിക്കവാറും ഇടങ്ങളിൽ കണ്ടു കാണും അല്ലേ? പ്രൊഹിബിഷൻ ഓഫ് സെയിൽ ഓഫ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദി ഏജ് ഓഫ് 18 years ആൻഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ആണ് 6A, 6A എന്ന് അറിയപ്പെടുക. അപ്പൊ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ, അല്ലെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾക്ക് അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ, ആ കുട്ടികൾക്ക് ആരെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ അല്ലെ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 200 രൂപ വരെ പിഴ ശിക്ഷയായി ലഭിക്കും. 200 രൂപയാണ് പിഴ എന്നോർക്കണം. സെക്ഷൻ 24 അതിനെപ്പറ്റി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണ് 6B, നമ്മുടെ ചോദ്യം ഈ ഭാഗത്ത് നിന്നാണ്. എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് ഏരിയയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് 6. അപ്പൊ ഏത് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഹിബിഷൻ ആക്ടിലെ ഏത് വകുപ്പാണ് സ്കൂളുകളുടെ 100 യാർഡ് പരിധിയിൽ പുകയില നിരോധിച്ചിരിക്കുന്നു പറയുന്നു? ഏത് വകുപ്പാണ്? 6B, സെക്ഷൻ 6B ആണ്. മനസ്സിലാവുന്നുണ്ടോ? സിഗരറ്റും സിഗരറ്റ് ഇതര പുകയില ഉൽപ്പന്നങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 100 യാർഡ് ഏരിയയിൽ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിലായി സ്ഥാപിച്ചിരിക്കേണ്ടതാണ്. നിയമം ശരിയായി നടപ്പിലാക്കുന്നതിന് സ്കൂൾ അധികൃതർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം കോറ്റ്പ ആക്ട് പ്രകാരം ആവശ്യപ്പെടാം. ഇതെല്ലാം 6Bയിൽ പറയുന്ന വ്യവസ്ഥകളാണ്. 6Bയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാളിനും ലഭിക്കാവുന്ന ശിക്ഷ വകുപ്പ് 24 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര രൂപയാണ്? 200 രൂപ പിഴയാണ് ശിക്ഷയായി ലഭിക്കാവുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി ചർച്ച ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒട്ടനവധി ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഡൗട്ടുള്ളത് കമന്റ് ബോക്സിൽ ചോദിക്കാൻ തയ്യാറാകുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ
പരീക്ഷയുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ന്യൂ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആദ്യം മുതലേ സിലബസ് മുഴുവൻ പഠിച്ചു മാറ്റാനുള്ള അവസരം ഒരുക്കുകയാണ് നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സജ്ജമാകുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കാം, അഡ്മിഷൻ ഉറപ്പിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമുക്കിനി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ. Download now CC Learning app.